പിതാവിന്റെ ആ ശാന്തതയും ഓരോ കാര്യങ്ങളും സൗമ്യതയോടെ സമീപിക്കുന്ന ഒരു കാര്യം. പിതാവ് ബിഷപ്പ് ഹൗസിൽ നിന്ന് നടന്ന് സെമിനാരിയിലേക്ക് പോയ സമയത്ത് അന്ന് എന്റെ യൗവനകാലത്ത് ഞാൻ ഓർക്കുന്നു, ഒരു മൂർഖൻ പാമ്പ് പിതാവിന്റെ നേരെ പത്തി വിടർത്തിയ ഒരു സംഭവമുണ്ട്. പിതാവിന് അതിനെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ള കാര്യം അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേട്ട് അറിഞ്ഞ കാര്യം. ഈ ഇന്റർവ്യൂവിൽ ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവ് അന്നാലും എന്നാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞ മറുപടി, ഇന്റർവ്യൂലുണ്ട്, പിതാവ് പറഞ്ഞു, മൂർഖൻ ഇങ്ങനെ എഴുന്നേറ്റ് എന്റെ നേരെ പത്തി പിരിച്ചു നിന്നു. അപ്പൊ ഞാനിങ്ങനെ ശാന്തമായിട്ട് അനങ്ങാതെ നിന്നു. ജോസെ, അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ പാമ്പിന്റെ കണ്ണിലെ കൃഷ്ണമണിയിൽ നിന്നും നമ്മൾ അപ്രത്യക്ഷമാകും. കാരണം ചലിക്കുന്ന വസ്തുക്കളെ പാമ്പുകൾക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്പസമയം ശാന്തനായിട്ട് നോക്കി നിന്നു. പാമ്പ് എന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറഞ്ഞു പോയി കാണും. പാമ്പ് എന്റെ വഴിക്ക് പോയി, ഞാൻ സെമിനാരിയിലേക്ക് പോയി. ഏതൊരു കഠിനമായ പ്രതിസന്ധിയോ പ്രശ്നമോ വന്നാലും അഭയന്റെ പിതാവിന്റെ നയം ഇതായിരുന്നു, വളരെ ശാന്തതയോടെ. ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു തീരുമാനത്തിനൊക്കെ ആരെങ്കിലും ചെന്നാൽ പിതാവ് ചാപ്പലിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവരെയും കൂടെ കൂട്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾക്കൊരു തീരുമാനവും ഒക്കെ ഉണ്ടാവുക.